ഹലോവീൻ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളുന്നത് പിശാചിനൊപ്പം ഒരു രാത്രി ചിലവിടുന്നതിന് തുല്യമെന്ന് മുൻ സാത്താൻ ആരാധകന്റെ മുന്നറിയിപ്പ്. 8-ാം വയസ്സുമുതൽ കുടുംബാംഗങ്ങൾക്കൊപ്പം സാത്താൻ ആരാധനയിൽ പങ്കെടുത്ത ജോൺ റാമിറസ് ആണ് ഹലോവീൻ ആഘോഷം തികഞ്ഞ പൈശാചികതയെന്ന വെളിപ്പെടുത്തലുമായി രംഗത്തു വന്നിരിക്കുന്നത്. 25 വർഷം കുടുംബത്തിനൊപ്പം സാത്താൻ ആരാധനയിൽ പങ്കെടുത്ത വ്യക്തിയാണ് ജോൺ റാമിറസ്. സാത്താൻ ആരാധനയുടെ ഭാഗമായ പല ആഭിചാരങ്ങളിൽ പങ്കാളിയാകുകയും തുടർന്ന് സാത്താനിക രീതിയിൽ ഒരു ഹലോവീൻ ആഘോഷങ്ങൾക്കിടെ വിവാഹിതനാവുകയും ചെയ്തിരുന്നു. ശേഷം 35-ാം വയസ്സിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് തിരിച്ചുവരികയും സുവിശേഷ പ്രഘോഷണം ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് ന്യൂയോർക്കിൽ പ്രവർത്തനമാരംഭിച്ചു. ഹലോവീൻ ആഘോഷങ്ങളുടെ എല്ലാ വശങ്ങളും വ്യക്തവും കൃത്യവുമായി അറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ ജോൺ റാമിറസിന്റെ വെളിപ്പെടുത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഹലോവീൻ ആഘോഷം തികഞ്ഞ പൈശാചികതയാണെന്നും പ്രസ്തുത ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് സാത്താനൊപ്പം ഒരു രാത്രി ചിലവഴിക്കുന്നതിന് തുല്യമാണെന്നുമാണ് ജോൺ റാമിറസ് നടത്തിയ വെളിപ്പെടുത്തൽ. അസ്ഥികൂടങ്ങളും പേടിപ്പെടുത്തുന്ന രൂപങ്ങളും വസ്ത്രങ്ങളും ധരിച്ച് കുട്ടികളും മുതിർന്നവരും ഹലോവീൻ ആഘോഷങ്ങളുടെ ഭാഗമാകുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണെന്നും അത് ഒരുവന്റെ ആത്മീയതയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നതിനാൽ ക്രൈസ്തവർ ഹലോവീൻ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശമാണ് ജോൺ റാമിറസ് മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ വിശ്വാസികൾ വിവേചന ബുദ്ധിയോടെ സാത്താനെതിരെ സജ്ജരാകണമെന്നും ഹലോവീൻ ആഘോഷങ്ങൾക്കായി കുട്ടികളെ വിട്ടുകൊടുക്കരുതെന്നും ജോൺ റാമിറസ് ആവശ്യപ്പെടുന്നുണ്ട്. ഹലോവീൻ ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കുക വഴി കുട്ടികളുടെ ആത്മീയതയും വ്യക്തിത്വവുമാണ് മാതാപിതാക്കൾ സാത്താനു വേണ്ടി ബലി കഴിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹലോവീൻ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് യേശുവിനെ തള്ളിപ്പറയുന്നത് പോലെയാണെന്നും റാമിറസ് പറയുന്നു. അതേസമയം പൈശാചികമായ ഹലോവീൻ ആഘോഷങ്ങൾക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അതിൽ നിന്നും പുതുതലമുറയെ രക്ഷിക്കാനുള്ള ഉദ്യമത്തിലാണ് കത്തോലിക്ക സഭ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.